ഏതായാലും നിങ്ങളൊന്ന് വിവരം ഞാൻ സർവീസ് സാറിനെ അറിയിക്കാം. ഇതിൽ വലിയ കാര്യങ്ങളൊന്നുമില്ല, പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ. ബീച്ചിലൊരു ബംഗ്ലാവ് പണിയുന്നുണ്ട്. ഫ്ലോറും ചുവരും ഒക്കെ ഇറ്റാലിയൻ മാർബിളാ. ഹായ് ഹലോ നമസ്കാരം. കേരള ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കടിങ്ങീസ് എക്കോ ടൂറിസം. ഇതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു വ്ളോഗ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതിന് പറ്റിയില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം നമ്മൾ ഇവിടെ നിന്ന് ഒരു വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇതൊരു ഹോം സ്റ്റേ ആണ്. നമുക്ക് നമ്മളെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ വന്ന് താമസിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഇതാകുന്ന ഇവിടെ ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആയ സ്ഥലങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കാര്യങ്ങളും ഇവിടുത്തെ ബോട്ട് യാത്രയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങുകയാണ്. ഞങ്ങളിന്ന് പോകുന്നത് കടിങ്ങീസ് ഹോം സ്റ്റേയിലേക്കാണ്. കോട്ടക്കടവ് നിന്ന് പരപ്പനങ്ങാട് തിരൂരേക്ക് പോകുന്ന റൂട്ടിൽ ആനയങ്ങാട് സ്റ്റോപ്പ് എത്തുന്നതിന് തൊട്ട മുന്നേ ആയിട്ട് വലത്തോട്ടൊരു കോൺക്രീറ്റ് റോഡുണ്ട്. ആ റോഡിനാണ് നമുക്ക് പോകേണ്ടത്. ചെറിയ റോഡാണ്, വളവും തിരിവൊക്കെ ഉള്ള റോഡാണ്. അതിൽ നമ്മൾ കുറേ പോയി കഴിഞ്ഞാൽ കടിങ്ങീസിൻ്റെ ബോർഡ് കാണാം നമുക്ക്. അത് നേരെ വന്ന് അവസാനിക്കുന്നത് ഒരു പാലത്തിൻ്റെ അടിയിലാണ്. അപ്പോൾ വണ്ടി അവിടെ വെച്ചിട്ട് വേണം നമുക്ക് പോകാൻ. വണ്ടി അവിടെ വെച്ചിട്ട് പാലം കയറി നടന്ന് അപ്പുറം ചെന്ന് കഴിഞ്ഞാൽ കടിങ്ങീസിൻ്റെ ഒരു ചെറിയ ബോർഡ് അവിടെ ഉണ്ട്. അവിടെ നിന്ന് കടിങ്ങീസ് ഹോം സ്റ്റേയിലേക്ക് റൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ കയറാം. ഇവിടേക്ക് എത്തിപ്പെടാൻ നമുക്കറിയാം. നമ്മൾ മുന്നായിട്ട് ഒരു ഷോർട്ട് വീഡിയോ ചെയ്താൽ ഈ ഭാഗമൊക്കെ നമ്മൾ കാണിച്ചതാണ്. നല്ല ബോട്ടിംഗ് ഒക്കെ അവൈലബിൾ ആയ നല്ലൊരു സ്ഥലമാണിത്. ഇതാണ് നമ്മളെ ഏരിയ. നമ്മളിപ്പോൾ ബോട്ട് യാത്രയ്ക്ക് പോവാണ്. ലൈഫ് ജാക്കറ്റൊക്കെ ഇടണം. 10 ആൾക്കാണ് ഈ ബോട്ടിൽ പോകാൻ പറ്റുന്നത്. അപ്പോൾ ഈ മാംഗ്രൂവ്സിൻ്റെ ഉള്ളിൽ കൂടെയുള്ള ബോട്ട് യാത്രയാണ്. നമുക്ക് ബോട്ട് കാണിക്കരുത്. ഇനി ബോട്ട് കയറുന്നത് സേഫ്റ്റി ഫസ്റ്റ് വർക്ക് നെക്സ്റ്റ് അങ്ങനെ. എല്ലാ ലൈഫ് ജാക്കറ്റൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം എന്താണ് എൻ്റെ പ്രതീക്ഷയെ പറ്റി പറയും? ലൈഫ് ജാക്കറ്റ് സ്പെഷ്യലാ അത്. എന്താ പറയാ, കുട്ടികളതാ തല വെച്ച് കിടക്കാനുള്ള കുട്ടികൾക്ക്. ഉസ്മാന് തല വെച്ച് കിടക്കാൻ പോരുന്നോ? ലൈഫ് ജാക്കറ്റ് ഒക്കെ സെറ്റായി നേരെ ബോട്ട് കയറാൻ പോവാണ്. വരൂ. വെള്ളത്തിൽ പോയാലേ സൈഡ് സീറ്റ് മാത്രം പിടിക്കുന്ന സൈഡ് സീറ്റർ ഓക്കെ അല്ലേ? കടിങ്ങീസ് സ്റ്റേയിലെ ഹോം സ്റ്റേയിലായിരുന്നു ഞങ്ങൾ താമസിച്ചത്. പിന്നിൽ കാണുന്നതാണ് കടിങ്ങീസ്. നല്ല വ്യൂ ആണ്, നല്ല കാറ്റ്. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കടിങ്ങീസ്. വളരെയധികം നല്ല സർവീസാണ്. അത് നോർമൽ പോക്കല്ലേ? കടലുണ്ടി ചാലിയം സ്വദേശിയായ ഉസ്മാൻ സ്വന്തം നാടിനെ പറ്റി തള്ളി മറയ്ക്കുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നതാണ്. ഇതെല്ലാം കേട്ടിരിക്കുന്ന ഞാൻ. പലതരത്തിലുള്ള കണ്ടൽക്കാടുകൾ ഇവിടെ കാണപ്പെടുന്നുണ്ട്. ഇവിടെ ഉള്ളതിന് പുറമെയായിട്ട് വ്യത്യസ്തമായ കണ്ടൽക്കാടുകൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ കണ്ടൽക്കാട് നോക്കിയാൽ നമുക്കറിയാം, ശ്രദ്ധിച്ച് നോക്കിയാൽ ഇത് നക്ഷത്ര കണ്ടൽ എന്നാണ് പറയുന്നതിന്. ഇതിൻ്റെ അറ്റം അങ്ങനെ ഒരു സ്റ്റാർ പോലെ ഉണ്ട്, ഷേപ്പിലുള്ളതുകൊണ്ട് നക്ഷത്ര കണ്ടൽ എന്നതിന് പറയാം. ഇങ്ങനത്തെ പല ടൈപ്പ് ഓഫ്
കണ്ടൽക്കാടുകൾ ഇതിലുണ്ട്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നാണ് കടലുണ്ടി അറിയപ്പെടുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും പറന്നെത്തുന്ന ധാരാളം ദേശാടന പക്ഷികൾ നമുക്കിവിടെ കാണാൻ പറ്റും. നിങ്ങളിവിടെ വരാത്തവരാണെങ്കിൽ നിർബന്ധമായിട്ടും നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യണം. നിങ്ങളാദ്യം ബോട്ടിങ്ങിൻ്റെ കാര്യമൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് വേണം വരാൻ. വേലിയേറ്റ സമയത്ത് മാത്രമേ ഇവിടെ ബോട്ടിംഗ് അവൈലബിൾ ഉള്ളൂ. കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറണമെങ്കിൽ വേലിയേറ്റ സമയത്തേ പറ്റൂ. നട്ടപ്പൊരി വെയിലത്തും ഇതെല്ലാം ആസ്വദിക്കുന്ന ഉസ്മാനെ നമുക്കിതിൽ കാണാൻ കഴിയുന്നു. തട്ടിയിട്ടാണല്ലേ ഉസ്മാൻ ആ മരത്തിൽ ഇങ്ങോട്ട് തള്ളി. സാഹസികത അത് കാണാതെ പോയത്. അങ്ങനെ നമ്മൾ മാംഗ്രോവ് ഫോറസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. അയ്യോ മുന്നിൽ തന്നെ. അങ്ങനെ നമ്മൾ ബോട്ടിൽ കയറിയിട്ട് ബോട്ട് പാലത്തിൻ്റെ അടിയിൽ കൂടിയൊക്കെ കറങ്ങി വന്നതിന് ശേഷം ആണ് കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ബോട്ട് എൻ്റർ ആവുന്നത്. ഉള്ളിൽ കയറിയതിന് ശേഷം എന്ത് മനോഹരമായ കാഴ്ചയാണിത്. മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ടൽക്കാടുകൾ വളർന്നിട്ട് ഇങ്ങനെ കൂടി നിൽക്കും. ഞങ്ങൾ ഉച്ചയ്ക്ക് പോയതുകൊണ്ട് പുറത്തൊക്കെ നല്ല വെയിലായിരുന്നു. പക്ഷേ ഈ കണ്ടൽക്കാടിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ നല്ലൊരു സമാധാനവും നല്ലൊരു സുഖവും, കാണാൻ നല്ല ഭംഗിയും. ഉപ്പ് കാറ്റടിച്ചിട്ട് ഉപ്പ് കണ്ടോ ഫുള്ള് ഉപ്പടാ. തൊട്ട് നക്കി നോക്ക്. അത് കിട്ടില്ല ഉപ്പ്. തോണി ജെല്ലിഫിഷ് 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 ജെല്ലിഫിഷായി. അതെ 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 പൊളി. അങ്ങനെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചെത്തി. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ബോട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മളെ ഹോമിലേക്ക് നമ്മൾ തിരിച്ചു വന്ന് തിരിയാൻ സാഹസമായിട്ട് ബോട്ടടിപ്പിക്കുന്നു. നമ്മൾ താമസിച്ച വീടിൻ്റെ പിന്നിലായിട്ടൊരു കുറേ മാങ്ങുള്ളൊരു മാവ്. അപ്പോൾ ഞങ്ങളവിടുത്തെ ചേട്ടനോട് ചോദിച്ചിട്ട് പിന്നെ മാങ്ങ കുടിക്കലായിരുന്നു പരിപാടി. കുറേ മാങ്ങ കുടിച്ച് അവിടെ തന്നെ മുറിച്ച് തിന്നു. വൈശാഖ് തെങ്ങുമലൊക്കെ കയറിയിട്ട് മാങ്ങ കുടിക്കുന്നുണ്ടായി. പൊരി ആസ്വദിച്ച് തിന്നുന്നു. അങ്ങനെ വൈകുന്നേരം ആയപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് നല്ലൊരു അനുഭവമായിരുന്നു ഇവിടെ വന്നത്. അപ്പോൾ നിങ്ങൾ ഇവിടെ വരാത്തവരാണെങ്കിൽ നിങ്ങളിവിടെ വിസിറ്റ് ചെയ്യുക. നല്ല സ്ഥലമാണിത്. നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി സ്ഥലമാണിത്. അപ്പോൾ നമ്മൾ ഹോം സ്റ്റേയിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ബോട്ടിംഗ് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ നിങ്ങൾക്ക് നിങ്ങളെ ഫ്രണ്ട്സുമായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾ ഈ സ്ഥലം വിസിറ്റ് ചെയ്യുക. കണ്ടൽക്കാടുകളെ പറ്റി കടലുണ്ടി സ്വദേശിയായ ഉസ്മാൻ്റെ വിവരണം. കണ്ടൽക്കാടുകൾ സംരക്ഷിക്കപ്പെടേണ്ട ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ റിസർവ് ഫോറസ്റ്റ് ആക്കിയത്. റിസർവ് ഫോറസ്റ്റാണ്. കമ്മ്യൂണിറ്റി റിസർവ് എന്ന് പറയും. കമ്മ്യൂണിറ്റി റിസർവ് പറഞ്ഞാൽ സർക്കാരും ജനങ്ങളും ഒരുമിച്ച് സ്ഥലം പരിപാലിക്കുന്ന ഒരു പരിപാടിയാണ്. കാരണം അവിടെ ഒരുപാട് പക്ഷികൾ വരുന്നുണ്ട്. വിവിധ യൂറോപ്പിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് കിലോമീറ്റർ സഞ്ചരിച്ചാണ് ദേശാടന പക്ഷികൾ വരുന്നത്. ഏകദേശം ഡിസംബർ നവംബർ മാസങ്ങളിലാണ് ഇതിൻ്റെ ഒരു സീസൺ. അവിടെ പ്രജനന കാലഘട്ടമാണ്. അവർ ഇതിൻ്റെ താഴത്താണ് മുട്ടട്ട് വിരിയുന്ന പരിപാടിയൊക്കെ ഉള്ളത്. പിന്നെ ഇത് പറഞ്ഞാൽ മലപ്പുറം കോഴിക്കോട് ബോർഡറാണ്. ഇത് കള്ളുണ്ടി പുഴയാണ്. ഇതാണ് രണ്ടിനും വേർതിരിക്കുന്ന സ്ഥലം.
ഇതിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ മണൽ കാണാൻ പറ്റും. ഒഴുകി വരുന്ന മണലുകൾ അവിടെ കൂടുന്നത് ഭയങ്കര പ്രശ്നമാണ്. മണലെടുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഒഴുക്ക് വളരെ കുറവാണ്. അതുകൊണ്ട് മീനുകൾ വരുന്നതും പുഴയിലേക്ക് വരുന്നതിൻ്റെ ഒക്കെ പ്രശ്നങ്ങൾ ഇവിടെ അഭിമുഖീകരിക്കുന്നുണ്ട്. പിന്നെ ഇത് വളരെ മനോഹരമായ സ്ഥലമാണ്. ഒരുപാട് മഹാന്മാർ ജനിച്ചു വളർന്ന ചരിത്രമുറങ്ങുന്ന മണ്ണാണ് കടലുണ്ടി എന്ന് പറയുന്നത്. വാവ്. ഞാൻ എൻ്റെ അച്ഛൻ അങ്ങനത്തെ